എഗ് ഫ്രീസിങ്ങിനെ പറ്റി ഒത്തിരി ഒരു സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വളരെയധികം അവയർനെസ് ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് വരുമ്പോൾ അവരുടെ വിചാരം ജസ്റ്റ് വരിക, ഒരു സൈക്കിൾ ചെയ്താൽ ദാറ്റ് ഈസ് ഇനഫ്. നമ്പേഴ്സ്, ഏജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഓസൈഡിന് എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പം മിക്കവർക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെർട്ടിലിറ്റി ഇഷ്യൂ ഒന്നും ഇല്ലാത്ത ആൾക്കാർ തന്നെയാണ് വരിക. അപ്പൊ അതുകൊണ്ട് അങ്ങനെ യൂഷ്വലി പ്രശ്നങ്ങൾ വരില്ല. ഒരു 30 ഇയേഴ്സിന് മുമ്പ് ഫ്രീസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് നമുക്ക്. കാരണം നമുക്ക് 30 ഇയേഴ്സിന് മുമ്പ് ഒരു 5 എഗ് കിട്ടുകയാണെങ്കിൽ തന്നെ ഒരു 65-70% ചാൻസ് ഉണ്ടായിരിക്കും പിന്നെ അതൊരു എംബ്രിയോ ആക്കി പ്രഗ്നൻസി ആകാനായിട്ട്. അതേസമയം ഈ 38 ഇയേഴ്സ് കഴിയുമ്പം ഈ 5 എന്നുള്ളത് ഒരു 11 ഡബിൾ ആകും. 40+ ആയിട്ടുണ്ടെങ്കിൽ അത് ഒരു 18-20 എഗ്ഗെങ്കിലും ഉണ്ടായാലേ പറ്റത്തുള്ളൂ. ഏജ് കൊണ്ട് വരുന്ന ക്വാളിറ്റിയിലുള്ളത് ബേസിക്കലി ക്രോമസോമൽ ഇഷ്യൂസ് കുറവായിരിക്കും നമുക്കൊരു റിലേറ്റീവ്ലി യങ്ങർ ആയിട്ടുള്ള ഒരു ഗേളിന്റെ എഗ് എന്ന് പറയും. സോ യൂഷ്വലി ഒരു മെനോപോസ് ആകുന്നത് വരെ, അതായത് ഇപ്പൊ നമ്മുടെ ഒരു നോർമൽ ഇതിനകത്ത് ഇപ്പൊ ഒരു 48-50 ഇയേഴ്സ് ഒക്കെ ആണല്ലോ, അതുവരെ യൂട്രസിന് വലിയൊരു പ്രശ്നങ്ങൾ വരത്തില്ല. ഇത് മെയിൻ ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത് എഗ്ഗിന്റെ നമ്പറും ക്വാളിറ്റിയാണ്. പിന്നെ ഉള്ളൊരിത് വെച്ചാൽ നമ്മുടെ ബാക്കി കോമോർബിഡിറ്റീസ് ഉണ്ട്. ഡയബറ്റീസ് ഉണ്ടാവും, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും, വേറെ അസുഖങ്ങളൊക്കെ വരുന്നതുകൊണ്ടുള്ള റിസ്ക് കൂടും. ഡെഫിനറ്റ്ലി അത് കൂടുന്നുണ്ട്. പക്ഷെ ഈ ക്രോമസോമൽ ഇഷ്യൂസ് കൊണ്ടുള്ള എഗ്ഗിന്റെ ക്വാളിറ്റി പ്രശ്നം വരുന്നത്, അതുപോലെ ക്രോമസോമൽ ഇഷ്യൂസ് കൊണ്ടുള്ള ബേബീസിനുള്ള ജനിക്കുന്ന ബേബീസിനുള്ള പ്രശ്നങ്ങൾ വരുന്നതെല്ലാം ഏജ് ഡിപ്പെൻഡന്റ് ആണ്.